ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കാനാണ് നീക്കമെന്നും MP. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് KSRTC ഡബിൾ ഡക്കർ ബസ് ട്രയൽ റൺ നടത്തി. ഇളംതുരുത്തിയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്കാണ് ട്രയൽ റൺ നടത്തിയത്. വ്യാഴാഴ്ച വീണ്ടും ട്രയൽ റൺ നടത്തും. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. ബസ് ജീവനക്കാരനെതിരെ പോലീസ് വ്യാജ കേസെടുത്തുവെന്നാരോപിച്ചാണ് മിന്നൽ പണിമുടക്ക്. പണിമുടക്ക് വ്യാഴാഴ്ചയും തുടരുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ SFI യൂത്ത് കോൺഗ്രസ് സംഘടനം. നിരവധി പേർക്ക് പരിക്കേറ്റു. അന്തരിച്ച മുൻ MLA ബാബു M പാലിശ്ശേരിക്ക് പ്രണാമമർപ്പിച്ച് നാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. അമ്മയെ മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ മകനെ ജീവപര്യന്തം കഠിന തടവ്. വടക്കേക്കാട് സ്വദേശി മനോജ് കുമാറിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല. കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷിയിറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തിരുട്ടു സംഘം ശബരിമലയുടെ പവിത്രത തകർക്കാൻ നോക്കുകയാണെന്നും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട് KPCCയുടെ നേതൃത്വത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് തൃശൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിലെ സ്വർണം ആര് കൊണ്ടുപോയി, എങ്ങോട്ട് കൊണ്ടുപോയി എന്നറിയാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കാനാണ് നീക്കം. സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രിയെ പുറത്താക്കണമെന്നും ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്നും MP ആവശ്യപ്പെട്ടു. വിശ്വാസികൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുവാൻ എന്നും നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണ്, മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. ആ ശബരിമലയുടെ പരിപാവനത നഷ്ടപ്പെടുത്തുന്ന ഏത് പ്രവൃത്തി ആരുടെ ഭാഗത്തുണ്ടായാലും അതിനെ എതിർക്കുക, അതിനെ ചെറുത്തുതോൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രക്ഷോഭ രംഗത്ത്, യുവതീ പ്രവേശ സമയത്ത് രംഗത്ത് വന്നത്. ഇപ്പോൾ നമ്മൾ മാത്രമാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഈ വിഷയം അന്വേഷിക്കേണ്ടത് ശബരിമല വിജിലൻസ് അല്ല, ദേവസ്വം വിജിലൻസ് അല്ല, മറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടി ഈ വിശ്വാസ സംരക്ഷണ യാത്രയിലൂടെ ആവശ്യപ്പെടുന്നത്. ശബരിമലയുടെ പവിത്രതയ്ക്ക് കളങ്കമുണ്ടാക്കിയാൽ അതിനെ എതിർക്കും. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ചെമ്പുപാളിയായി മാറി. ഹൈക്കോടതിയെപ്പോലും അറിയിക്കാതെയാണ് ശബരിമലയിൽ കൊള്ള നടത്താൻ തയ്യാറായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ്. അദ്ദേഹം തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ കൊള്ള നടത്തിയവരെ സംരക്ഷിക്കാനാണ് പിണറായിയുടെ നീക്കമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഭക്തജനങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്നും ആഗോള അയ്യപ്പ സംഗമം നനഞ്ഞ പടക്കമായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP വഴിപാട് മാർച്ച് നടത്തി മാളത്തിൽ ഒളിച്ചുവെന്നും RSSനെയും സംഘപരിവാറിനെയും കാണാനില്ലെന്നും ഇത് BJP CPM അന്തർധാരയുടെ ഭാഗമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പരിഹസിച്ചു. കോർപ്പറേഷന് മുന്നിൽ നടന്ന പൊതുസമ്മേളനത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും ജാഥ വൈസ് ക്യാപ്റ്റനുമായ TN പ്രതാപൻ, സനീഷ് കുമാർ ജോസഫ് MLA, നിയുക്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് OJ ജനീഷ്, മുൻ DCC അധ്യക്ഷന്മാരായ O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ തുടങ്ങിയവരും സംസാരിച്ചു. TCV തൃശൂർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ആദ്യ ട്രയൽ റൺ നടന്നു.
ഇളംതുരുത്തിയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്കാണ് ട്രയൽ റൺ നടത്തിയത്. ആദ്യ ട്രയൽ റണ്ണിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാഴാഴ്ച രാവിലെ 9:30 തൃശൂർ ശക്തൻ നഗറിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് ഡബിൾ ഡക്കർ ബസ് വീണ്ടും ട്രയൽ റൺ നടത്തും. മന്ത്രിമാരായ K രാജൻ, KB ഗണേഷ് കുമാർ എന്നിവർ ട്രയൽ റണ്ണിൽ പങ്കെടുക്കും. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ വലച്ചു. യാത്രക്കാരിയായ യുവതിക്ക് നേരെ കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരൻ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. എന്നാൽ പരാതി വ്യാജമാണെന്ന് ആരോപിച്ചാണ് മിന്നൽ പണിമുടക്ക്. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് വ്യാഴാഴ്ചയും തുടരുമെന്ന് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. തൊഴിലാളികൾക്ക് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ജില്ലാതലത്തിൽ വ്യാപിപ്പിക്കുമെന്ന് യൂണിയൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ SFI യൂത്ത് കോൺഗ്രസ് സംഘടനം നിരവധി പേർക്ക് പരിക്കേറ്റു. MES അസ്മാബി കോളേജ് പരിസരത്ത് വെച്ചായിരുന്നു സംഘർഷം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. കോളേജ് പരിസരത്തെത്തിയ യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹഫ്സനും സഹപ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിലാണ് സംഘട്ടനമുണ്ടായത്. സംഭവമറിഞ്ഞെത്തിയ പോലീസ് ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിന്റെ സാന്നിധ്യത്തിലും ഏറ്റുമുട്ടൽ തുടർന്നു. കൂടുതൽ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. സംഘടനത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബാബു M പാലിശ്ശേരി ഇനി ജ്വലിക്കുന്ന ഓർമ്മ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ നടന്നു. കുന്നംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് കടവല്ലൂർ കൊരട്ടിക്കരയിലെ വീട്ടിലേക്ക് ബാബു M പാലിശ്ശേരിയുടെ ഭൗതികദേഹം എത്തിച്ചത്. തുടർന്ന് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. മന്ത്രി R ബിന്ദു, MLA മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പിള്ളി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, മുൻ MP CN ജയദേവൻ, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയോടെ പൊതുദർശനം അവസാനിപ്പിച്ച് പ്രിയപ്പെട്ടവരുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് പ്രിയ നേതാവിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സജ്ജീകരിച്ച ചിതയിലേക്കെടുത്തത്. തുടർന്ന് പോലീസിന്റെ ആദരവ്. മകൾ അശ്വതി, മകൻ അഖിൽ എന്നിവർ ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. സമരോജ്വല പോരാട്ടങ്ങളിലൂടെയും സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിലൂടെയും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മെഡിക്കൽ കോളേജിലേക്ക് ദാനം ചെയ്തിരുന്നു. ജന്മനാടിൻ്റെ വികാര വായ്പകൾ ഏറ്റുവാങ്ങി ജ്വലിക്കുന്ന ഓർമ്മകൾ ബാക്കിയാക്കിയാണ് ബാബു M പാലിശ്ശേരി മടങ്ങിയത്. കൊരട്ടിക്കരയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വെലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.
അമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകനെ ശിക്ഷിച്ചു. വടക്കേക്കാട് ചെമ്മണ്ണൂർ തലക്കാട്ട് വീട്ടിൽ മനോജ് കുമാറിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി കെ കമനീസ് ജീവപര്യന്തം കഠിന തടവിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചത്. 2022 സെപ്റ്റംബറിലാണ് പണം നൽകാത്തതിലുള്ള വിരോധത്തിൽ അമ്മ ശ്രീമതിയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇവർ മരിച്ചത്. കേസിലെ നിർണായക സാക്ഷിയായ ശ്രീമതിയുടെ മകൾ വിചാരണവേളയിൽ കൂറുമാറിയിരുന്നു. എന്നാൽ സംഭവസമയം വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു സഹോദരനായ കാഴ്ച പരിമിതിയുള്ള സുജിത് കുമാറിന്റെ മൊഴിയാണ് നിർണായകമായത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് കെ പി അജയ്കുമാർ, അഡ്വക്കേറ്റ് രാജീവ് കുമാർ എന്നിവർ കോടതിയിൽ ഹാജരായി. മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല. കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷിയിറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ. ഇരിങ്ങാലക്കുട മേഖലയിലെ പ്രധാന നെൽകൃഷി മേഖലയാണ് കാട്ടൂർ തെക്കുംപാടം. 400 ഏക്കറോളം വരുന്ന പാടശേഖരം കാട്ടൂർ, പടിയൂർ, കാറളം പഞ്ചായത്തുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഒക്ടോബർ പകുതിയോടെ ഈ മേഖലയിൽ കർഷകർ കൃഷിയിറക്കാൻ ആരംഭിക്കും. പാടശേഖരത്തിലെ അധിക ജലം MM കനാലിലേക്ക് ഒഴുക്കിവിട്ടാണ് പാടം കൃഷിക്ക് സജ്ജമാക്കുന്നത്. എന്നാൽ പാടശേഖരത്തിലെ അധിക ജലം വറ്റിക്കുന്നതിനെ സ്ഥാപിച്ചിരുന്ന മോട്ടോർ കത്തിപ്പോയിരുന്നു. ഇതേ തുടർന്ന് ഇവിടെ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോർമർ KSEB എടുത്തുമാറ്റി. 4 മാസങ്ങൾക്ക് മുൻപ് കൃഷിവകുപ്പ് ലക്ഷങ്ങൾ വില വരുന്ന 50 HP മോട്ടോർ കർഷകർക്ക് അനുവദിക്കുകയും പാടശേഖരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി KSEBയിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പഴയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ സാധിക്കില്ലെന്നും മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുമാണ് KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കണമെങ്കിൽ 6.5 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഈ തുക കർഷകർ നൽകിയാൽ മാത്രമേ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനും മോട്ടോർ പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. ഇതോടെ കാട്ടൂർ തെക്കുംപാടത്തെ ഈ വർഷത്തെ നെൽകൃഷി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പ്രതികൂല കാലാവസ്ഥ മൂലം 150 ഏക്കറോളം കൃഷി നശിച്ചിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഗുരുവായൂരിൽ ചില്ലറ ചോദിച്ച ഓട്ടോ ഡ്രൈവറെ യാത്രക്കാർ കുത്തിപ്പരിക്കേൽപ്പിച്ചതായി പരാതി. ബസ് സ്റ്റാൻഡ് പാർക്കിലെ ഓട്ടോ ഡ്രൈവർ കോട്ടപ്പടി പിള്ളക്കാട് സ്വദേശി കൈതക്കാട്ട് മധുസൂദനനാണ് മർദ്ദനത്തിന് ഇരയായത്. അക്രമി സംഘത്തിലെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം സ്വദേശി ബാബുവിനെയാണ് ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ബാബുവും സുഹൃത്തും ചേർന്ന് ഓട്ടോ വാടകയ്ക്ക് വിളിക്കുകയായിരുന്നു. 30 രൂപ ചില്ലറ ആവശ്യപ്പെട്ടപ്പോൾ സഞ്ചിയിൽ നിന്ന് കത്തിയെടുത്ത് വീശുകയായിരുന്നുവെന്ന് മധുസൂദനൻ പറഞ്ഞു. തടയാൻ ശ്രമിച്ചതോടെ കൈവിരലുകൾ മുറിഞ്ഞു. മുഖത്തും ചെവിയിലും പരിക്കേറ്റു. ആക്രമണത്തിനിടെ മധുസൂദനൻ വിവരം പാർക്കിലുള്ള മറ്റ് ഡ്രൈവർമാരെ ഫോണിൽ വിളിച്ചറിയിച്ചു. ഓട്ടോ ഡ്രൈവർമാർ എത്തി ബാബുവിനെ പിടികൂടി പോലീസിനെ കൈമാറി. കൂടെയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറിയാണ് മധുസൂദനൻ. സംഭവത്തിൽ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഗുരുവായൂർ യൂണിറ്റ് പ്രതിഷേധം രേഖപ്പെടുത്തി. 12 മണിയാകുമ്പോൾ വന്നിട്ട് വാടക വിളിച്ചുകൊണ്ട് പൊടാട്ട അമ്പലത്തിൻ്റെ അവിടേക്ക് അവിടുന്ന് വിളിച്ചുകൊണ്ടായിട്ട് 30 രൂപ വാടക പറഞ്ഞപ്പോൾ ആൾ 50 രൂപ തന്നത്. എൻ്റെ കയ്യിൽ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. 50-ൻ്റെ 100-ൻ്റെ നോട്ടായിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല, 30 രൂപ തരാൻ പറഞ്ഞപ്പോൾ ഇതിൽ ചേഞ്ചൊന്നുമില്ല പറഞ്ഞിട്ട് ആൾ പെട്ടെന്നൊരു പ്രകോപനമാവുകയും പിന്നെ അയാളുടെ സഞ്ചിയിൽ നിന്നൊരു കത്തിയെടുത്ത് വീശുകയും കുത്താൻ വരികയും ചെയ്തു. ഇവിടെ ഇതിൽ പരിക്കുണ്ട്. കത്തിയെടുത്ത് കുത്താൻ വന്നപ്പോൾ തടഞ്ഞ് ഇതാണ് കയ്യമ്മ. പിന്നെ ഇവിടെ ചെവിയുമ്മ 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ മൂക്കിന് ഇടിക്കുകയും ചെയ്തു ഒരാൾ. ഇരിഞ്ഞാലക്കുടയിൽ 108 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ബുധനാഴ്ച പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്നും KSRTC ബസ്സിൽ വന്നിറങ്ങിയ പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസാണ് പോലീസിന്റെ പിടിയിലായത്. 2024 കഞ്ചാവ് പരിശോധനയ്ക്കിടെ മലപ്പുറം SIയെ വാഹനമിടിപ്പിച്ച കേസിൽ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇരിഞ്ഞാലക്കുടയിൽ വാടകയ്ക്ക് താമസിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും കഞ്ചാവ് വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയാണ് ഫിറോസ് എന്ന് പോലീസ് സംശയിക്കുന്നു. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ലഹരി വിരുദ്ധ സ്ക്വാഡാണ് പരിശോധന നടത്തി പ്രതിയെ പിടികൂടിയത്. നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ കർണാടക ബോട്ടുകൾക്ക് ഫിഷറീസ് വകുപ്പ് 15 ലക്ഷം രൂപ പിഴ ചുമത്തി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം നിലവിൽ വന്നതിന് ശേഷം ഫിഷറീസ് വകുപ്പ് ചുമത്തുന്ന ഏറ്റവും ഉയർന്ന പിഴയാണിത്. 16 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 5000 കിലോ ചെറുമത്സ്യവും ബോട്ടുകളിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. മംഗലാപുരം സ്വദേശികളായ മുഹമ്മദ് ഇഫ്തിക്കർ, റിസാന മുഹമ്മദ് ഫിറോസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം കടലിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ 2 കർണാടക ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞുവെച്ച് ഫിഷറീസ് അധികൃതർക്ക് കൈമാറിയിരുന്നു. ഇടവേള.
കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം ചന്തയിലെ പലചരക്ക് കയറ്റിറക്ക് തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിച്ചു. തൊഴിലാളി യൂണിയനുകളും വ്യാപാരി പ്രതിനിധികളും നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. കോട്ടപ്പുറം ചന്തയിലെ കയറ്റിറക്ക കൂലി 2 വർഷം കൂടുമ്പോഴാണ് പുതുക്കി നിശ്ചയിക്കുന്നത്. ഒക്ടോബർ 1 കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വ്യാപാരികളും തൊഴിലാളികളും യൂണിയൻ നേതാക്കളും നേരിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തുകയായിരുന്നു. വ്യാപാരി സംഘടനകളെ പ്രതിനിധീകരിച്ച് EA ബഷീർ, സാജു സെബാസ്റ്റ്യൻ, KS അബ്ദുൽ ഖാദർ, MJ ടോമി തുടങ്ങിയവരും തൊഴിലാളി യൂണിയനുകളെ പ്രതിനിധീകരിച്ച് AS സിദ്ധാർത്ഥൻ, KS കൈസാബ്, OC ജോസഫ്, ബാബു കളത്തേരി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. നെൽകൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പനങ്ങാട്ടുകര MND സ്കൂളിലെ വിദ്യാർത്ഥികൾ പാടത്തിറങ്ങി. പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജൈവ നെൽകൃഷി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പാടത്തിറങ്ങിയത്. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ PTA, MPTA എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് കുട്ടികൾ പാടത്തിറങ്ങിയത്. കല്ലമ്പാറ പ്ലാനി പാടശേഖരത്തിൽ ചേനോത്ത് പറമ്പ് ഷെയ്ഖ് ഹസന്റെ 60 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്താണ് ഞാറുനടൽ നടത്തിയത്. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഞാറുനടൽ. കൃഷിപ്പാട്ടിനൊപ്പം താളം ചവിട്ടിയാണ് കുട്ടികൾ ഞാറുനടൽ ഉത്സവത്തിൽ പങ്കെടുത്തത്. തുടർന്ന് വരുന്ന കളപറിക്കൽ, വളമിടൽ, കൊയ്ത്ത് എന്നീ പ്രക്രിയകളിലെല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കാനാണ് ലക്ഷ്യം. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുചേർന്ന ഞാറുനടൽ പഴമയുടെ ഉത്സവാഘോഷങ്ങളിലേക്ക് തിരിച്ചുപോക്കായി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് MP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശ്രീധർ റോസ് ചാക്കോ, പ്രധാനാധ്യാപിക C രേഖ, PTA പ്രസിഡന്റ് ഷിനി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. മുണ്ടൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ ബൈക്ക് ഇടിച്ച് തകർത്തു. കുന്നംകുളം ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ എത്തിയ കാർ നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബൈക്ക് യാത്രികൻ ബൈക്ക് നിർത്തി ഇറങ്ങി മാറിയ ഉടനെയായിരുന്നു അപകടം. തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് വ്യാഴാഴ്ച മുതൽ രാമേശ്വരം വരെ സർവീസ് നടത്തും. ഇത് സംബന്ധിച്ച് റെയിൽവേ ഉത്തരവായി. രാത്രി 8:30 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന അമൃത എക്സ്പ്രസ് രാവിലെ 9:50 മധുരയിലും ഉച്ചയ്ക്ക് 12:45 രാമേശ്വരത്തും എത്തിച്ചേരും. തിരിച്ച് രാമേശ്വരത്ത് നിന്നും ഉച്ചയ്ക്ക് 1:30 പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ 4:55 തിരുവനന്തപുരത്ത് എത്തും. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി പൊതുനന്മയ്ക്ക് സൗജന്യമായി വിട്ടു നൽകി മാതൃകയാവുകയാണ് കൈപ്പമംഗലത്തെ ഒരു ജനപ്രതിനിധി. കൈപ്പമംഗലം പഞ്ചായത്ത് അംഗം CJ പോൾസനാണ് തന്റെ 3.25 ഏക്കർ വരുന്ന ഭൂമി പൊതു കളിസ്ഥലത്തിനും ഭവനരഹിതർക്കും സൗജന്യമായി നൽകുന്നത്. കൈപ്പമംഗലം RCUP സ്കൂളിന് കിഴക്കുഭാഗത്തുള്ള ഭൂമിയാണ് 10 പേർക്ക് വീട് നിർമ്മിക്കുന്നതിനും പൊതുകളിസ്ഥലത്തിനും മറ്റു പൊതു ആവശ്യങ്ങൾക്കുമായി പോൾസൺ കൈപ്പമംഗലം പഞ്ചായത്തിന് കൈമാറുന്നത്. ഇതിൽ 40 സെന്റ് ഭൂമി 10 ഭവനരഹിതർക്കാണ് നൽകുക. 13.6 സെന്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കൈമാറും. 10 സെന്റ് ഭൂമി കൊടുങ്ങല്ലൂർ ആസ്ഥാനമായ ആശ്രയ അഗതി മന്ദിരത്തിന് നൽകും. ബാക്കി വരുന്ന സ്ഥലം കൈപ്പമംഗലം പഞ്ചായത്തിന് കളിസ്ഥലം നിർമ്മാണത്തിനായി ഉപയോഗിക്കും. 3 തവണ മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പോൾസൺ തീരപ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശത്തെ ഏറ്റവും വലിയ കളിസ്ഥലമെന്ന സ്വപ്നം കൈപ്പമംഗലം പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കുമെന്ന് പോൾസൺ പറഞ്ഞു. ചേറ്റും മുതൽ അഴീക്കോട് വരെയുള്ള പ്രദേശങ്ങളിൽ വളരെ വിരലിൽ എണ്ണാവുന്ന
പ്രദേശങ്ങളിൽ മാത്രമേ ഒരു കളിസ്ഥലം അതും വലിയ വിശാലമായ കളിസ്ഥലങ്ങളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ കയ്യിലുള്ള ഒരു 3.5 ഏക്കറുള്ള സ്ഥലം, അതിൽ കളിസ്ഥലത്തിന് 2.5 ഏക്കർ കൊടുക്കാനുള്ള തീരുമാനം അതാണ്. അതുകൂടാതെ തന്നെ കയ്പമംഗലത്തെ നിരവധി പേര്, നൂറുകണക്കിന് ആളുകൾ വീടില്ലാത്തതും അതുപോലെ വാസയോഗ്യമായ സ്ഥലമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അവർക്കും സഹായം ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഒപ്പം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇതിനു വേണ്ടി വീട് വയ്ക്കാനുള്ള സ്ഥലം നൽകാൻ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച കയ്പമംഗലം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഭൂമി കൈമാറൽ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഇ.ടി. ടൈസൺ എം.എൽ.എ, ബെന്നി ബെഹന്നാൻ എം.പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. TCV ന്യൂസ്, കയ്പമംഗലം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ അഡ്വക്കേറ്റ് O.J. ജനീഷ് കെ. കരുണാകരന്റെ പൂങ്കുന്നത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ സന്നിഹിതരായി. യൂത്ത് കോൺഗ്രസിനെ ഒരുമയോടെ മുന്നോട്ട് നയിക്കുമെന്ന് ജനീഷ് പറഞ്ഞു. എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വരികയാണ്. ഇപ്പോൾ പ്രതികാര നടപടിയുടെ ഭാഗമായി പോലീസ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കയറി അറസ്റ്റ് ചെയ്യുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. അങ്ങേയറ്റത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകും. DYSP സുനിൽ, അദ്ദേഹം ഇന്ന് വെളുപ്പിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മോശമായ ഭാഷയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസുകാരെല്ലാം കണക്കാക്കി വെക്കുന്നത് എല്ലാ കാലത്തും പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ജനം തിരുത്താൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന ഈ ദാസ്യപ്പണി ഇവർ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പട്ടികജാതി ക്ഷേമ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ. BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പട്ടികജാതി വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് 30 ദിവസത്തിനകം മറുപടി നൽകണമെന്നും ബന്ധപ്പെട്ട രേഖകൾ കമ്മീഷന് മുന്നിൽ ഹാജരാക്കണമെന്നും ദേശീയ പട്ടികജാതി കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഹോളോ സോളിഡ് സിമന്റ് ബ്ലോക്കുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ ഗ്രീൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി. ഗീത ഉത്തരവിട്ടു. ചാഴൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന രുക്മ ഹോളോ ബ്രിക്സ് ആൻഡ് സോളിഡ് ബ്ലോക്ക് എന്ന സ്ഥാപനം വായു ശബ്ദ മലിനീകരണം നടത്തുന്ന സാഹചര്യത്തിൽ ഗ്രീൻ കാറ്റഗറിയിൽ നിന്നും റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന പരാതിയിലാണ് ഉത്തരവ്. വെള്ളിക്കുളങ്ങരയിൽ പോലീസ് ഉദ്യോഗസ്ഥനെയും കുടുംബത്തെയും ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിലായി. ദീപു ഫ്രാൻസിസ്, ലിസ്റ്റൺ എന്നിവരാണ് അറസ്റ്റിലായത്. ഭാര്യയ്ക്കും 10 വയസ്സുള്ള മകൾക്കും ഒപ്പം കാറിൽ പോവുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് പ്രതികൾ ആക്രമിച്ചത്. മലക്കപ്പാറയിൽ വാഹന പരിശോധന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിലായി. മലക്കപ്പാറ പെരുമ്പ്ര ഉന്നതിയിലെ പുത്തൻവീട് വീട്ടിൽ മണികണ്ഠൻ എന്നയാളെയാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രി പരിസരത്തു നിന്നും പിടികൂടിയത്. ഇയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീനാരായണപുരം ആലയിൽ ക്ഷേത്രങ്ങളിൽ കവർച്ച. ആല പനന്തറ മുത്തപ്പൻ ക്ഷേത്രം, കോവിൽപ്പറമ്പിൽ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പനന്തറ മുത്തപ്പൻ ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ഏകദേശം 10,000 രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കോവിൽപ്പറമ്പിൽ ക്ഷേത്രത്തിലും ഭണ്ഡാരം കവർന്നിട്ടുണ്ട്. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിക്ഷേപ സംഖ്യ തിരികെ നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയലാക്കിയ ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. നന്ദിക്കര ശ്രീനിലയത്തിലെ കെ. ഗോപാലകൃഷ്ണൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് നന്ദിക്കരയിലുള്ള പറപ്പൂക്കര പഞ്ചായത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റ് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ സെക്രട്ടറിക്കെതിരെ തൃശൂർ ഉപഭോക്തൃ കോടതി വിധിയായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് A.D. ബെന്നി കോടതിയിൽ ഹാജരായി. പ്രതിപക്ഷ നേതാവിന്റെ പരിപാടിക്ക് ബാങ്കിലെ ജീവനക്കാരെ ആവശ്യപ്പെട്ട് തെക്കുംകര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കത്ത് നൽകിയതായി ആരോപണം. വെള്ളിയാഴ്ച പ്രതിപക്ഷ നേതാവിന്റെ പുന്നംപറമ്പിലെ പരിപാടിക്ക് താൽക്കാലിക ജീവനക്കാരെയും പെൻഷൻ നൽകുന്നവരെയും അയക്കണമെന്നാവശ്യപ്പെട്ടാണ് അമ്പലപ്പാട്ട് സഹകരണ ബാങ്കിലെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും കത്ത്. എന്നാൽ താൻ കത്ത് നൽകിയിട്ടില്ലെന്ന് തെക്കുംകര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു TCVയോട് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ 974 പോയിന്റ് നേടി മതിലകം സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 802 പോയിന്റുമായി പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും 546 പോയിന്റ് നേടി ശൃംഗപുരം P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും നേടി.
അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA സമ്മാനദാനം നിർവഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നജ്മൽ ഷക്കീർ, സാറാബി ഉമർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി, TV സമീന, CJ ദാമു, M അഖിലേഷ്, PM മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ഫർണിച്ചർ നിർമ്മാണ വിപണന രംഗത്ത് 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ചൊവ്വൂരിലെ ദേവസി പുല്ലൂക്കാരൻ ഫർണിച്ചർ ആകർഷകമായ ഡിസ്കൗണ്ടുകളുമായി ദീപാവലിയെ വരവേൽക്കാൻ ഒരുങ്ങി. ഫർണിച്ചർ ഗ്രാമമായ ചൊവ്വൂരിൽ ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന് 3 ഷോറൂമുകൾ ആണുള്ളത്. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതിനാൽ ഗുണനിലവാരത്തിൽ മികവാർന്നതാണ് ഇവിടുത്തെ ഫർണിച്ചറുകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും ഇഷ്ടത്തിനിണങ്ങുന്ന ഡിസൈനുകളിൽ ഈട്ടി, തേക്ക്, മഹാഗണി തുടങ്ങിയ മികച്ച ഇനം മരങ്ങളിൽ നിർമ്മിച്ച ഫർണിച്ചറുകളുടെ വിസ്മയ ലോകമാണ് ഈ ഷോറൂമുകളിൽ കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത്. വീട്, ഫ്ലാറ്റ്, ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വിവിധ മോഡലുകളിലുള്ള സോഫ സെറ്റി, ഡൈനിങ് ടേബിൾ, കട്ടിൽ, ദിവാൻ കോട്ടുകൾ, അലമാരകൾ, കിഡ്സ് ഫർണിച്ചറുകൾ, മാട്രസുകൾ തുടങ്ങിയവ ഉപഭോക്താക്കളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. രാജകീയങ്ങളായ ഫുൾ കവർ സോഫ സെറ്റുകൾ, ക്ലാസിക് ഫർണിച്ചറുകൾ, ന്യൂജൻ ഡിസൈൻ ഫർണിച്ചറുകൾ തുടങ്ങിയവ ഇവിടത്തെ സവിശേഷതയാണ്. ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപമുള്ള പുതിയ ഷോറൂമിൽ പുല്ലോക്കാരൻ ബ്രാൻഡഡ് ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം 3 ഷോറൂമുകളിലും EMI സൗകര്യം ലഭ്യമാണ്. എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്ന ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,815 രൂപ, പവന് 94,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കാനാണ് നീക്കമെന്നും MP. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് KSRTC ഡബിൾ ഡക്കർ ബസ് ട്രയൽ റൺ നടത്തി. ഇളന്തുരുത്തിയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്കാണ് ട്രയൽ റൺ നടത്തിയത്. വ്യാഴാഴ്ച വീണ്ടും ട്രയൽ റൺ നടത്തും. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. ബസ് ജീവനക്കാരനെതിരെ പോലീസ് വ്യാജ കേസെടുത്തുവെന്നാരോപിച്ചാണ് മിന്നൽ പണിമുടക്ക്. പണിമുടക്ക് വ്യാഴാഴ്ചയും തുടരുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ SFI യൂത്ത് കോൺഗ്രസ് സംഘടനം, നിരവധി പേർക്ക് പരിക്കേറ്റു. അന്തരിച്ച മുൻ MLA ബാബു M പാലിശ്ശേരിക്ക് പ്രണാമമർപ്പിച്ച് നാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. അമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം കഠിന തടവ്. വടക്കേക്കാട് സ്വദേശി മനോജ് കുമാറിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല. കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷിയിറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.